guys, welcome back to my YouTube channel. So ഇന്ന് ഞാനൊരു സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. Again, this is a tutorial video. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്ക് ചെയ്തപ്പം അതിലൊരു പോൾ ഇട്ടിരുന്നു, ആർക്കൊക്കെ ഈ ട്യൂട്ടോറിയൽ വേണം എന്ന് ചോദിച്ചിട്ട്. അപ്പം മെജോറിറ്റി പറഞ്ഞത് യെസ് ആണ്. ഡ്യൂ ടു ദാറ്റ് ഡിമാൻഡ് ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഇറക്കാമെന്ന് വിചാരിച്ചു. സോ ആ ട്യൂട്ടോറിയലാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം. ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, ഞാൻ എൻ്റെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു ടോണറാണ്. ഇത് ഇൻറ്റൽ ജിയോൻ്റെ അറേബ്യൻ ബ്ലൂമിങ് ജാസ്മിൻ വിച്ച് ഹേസൽ ടോണിങ് മിസ്റ്റാണ്. ഇത് നല്ലൊരു ഓർഗാനിക് സാധനവും കൂടിയാണ്. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് പറ്റിയ ടോണറാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ച് ടോണർ മുഖത്തടിക്കാൻ പോകും. ഇത് നല്ലൊരു സ്മെല്ലാണ്. ഇതൊന്ന് ടോട്ടലി അബ്സോർബ് ചെയ്യാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്നതാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ ഇത് കുറച്ച് ഇടുന്നുണ്ട്. സാധാരണ ഐ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഫേസ് പ്രപ്പിലോട്ട് കിടക്കുക. പക്ഷേ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ ഫേസ് കുറച്ച് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ ചെയ്ത് വയ്ക്കുന്നത്. അങ്ങനെ മോയ്സ്ചറൈസേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഐ മേക്കപ്പിലോട്ട് കിടക്കുക. നമ്മളൊരു സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്കല്ല ഉദ്ദേശിക്കുന്നത്. അപ്പം വലിയ ഐ മേക്കപ്പ് ഒന്നും വേണ്ട. ചെറിയൊരു ന്യൂട്രൽ ഷെയ്ഡ് മാത്രമാണ് ഈ കണ്ണിൻ്റെ മേലെ ഇടുന്നത്. അപ്പം കൺസീലർ യൂസ് ചെയ്യുന്നില്ല. നോർമൽ ഏതെങ്കിലും ഒരു നല്ലൊരു ന്യൂട്രൽ ഷെയ്ഡ്, ന്യൂഡ് ഷെയ്ഡ് ഇട്ടിട്ട് ഒന്ന് ലൈൻ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ മാർസിൻ്റെ ഡാൻസ് ഓഫ് ജോയ് എന്ന് പറയുന്ന ഐ ഷാഡോ പാലറ്റ്, അതിൽ നിന്ന് ഒരു പിങ്കും അല്ല എന്നാലും ഒരു ബ്രൗണും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ന്യൂഡ് കളർ ഷെയ്ഡ്, അതാണ് എടുക്കാൻ പോകുന്നത്. അത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. അതായത് ഒന്ന് ഇതും ഒന്ന് ഇതും, ഇത് ഇവിടെയും ഈ ഷെയ്ഡ് ഉള്ളിലും, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. ചെറിയൊരു ബ്രഷ് എടുക്കണം. ചെറിയ ബ്രഷ് എടുത്തിട്ട് ഈ ഐ ഷാഡോ ആദ്യം നമ്മളെ കണ്ണിൽ പ്ലേസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുക. ഇത് വലിയ പിഗ്മെൻറ്റഡ് അല്ല കേട്ടോ. അപ്പം നമ്മൾ നല്ല പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ളത് കെ ബ്യൂട്ടി, പിന്നെ ഇതും അഫോർഡബിൾ ആണ്. പിന്നെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഹ്യൂദ ബ്യൂട്ടീൻ്റെ ഒക്കെ പാലറ്റ് എടുക്കാം. പക്ഷെ ഞാനിപ്പം ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഈ ഡാർക്കർ എടുത്തിട്ട് ഇപ്പുറത്ത് അപ്ലൈ, ഈ ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യും. ഓൾറെഡി വലിയ ഇത് കണ്ടോ, ഓൾറെഡി തന്നെ നല്ല ഡാർക്കറാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആക്കുന്നു എന്നുള്ളൂ. വേറെ വലിയ വ്യത്യാസം സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ അതല്ലേ. ഇനി നമ്മളിത് ബ്ലെൻഡ് ചെയ്യാൻ പോവുകയാണ്. ബ്ലെൻഡ് ചെയ്യാൻ അത്യാവശ്യം വലിയ ബ്രഷ് തന്നെ എടുത്തിട്ട് ബ്ലെൻഡാണ് ചെയ്യുന്നത്. ഇതന്നെ നമ്മൾ അപ്പുറത്തെ കണ്ണിലും ചെയ്യണം. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് മുകളിലോട്ട് പോയാലും കുഴപ്പമില്ല കേട്ടോ, കാരണം അതൊരു ന്യൂട്രൽ ഷെയ്ഡല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാലും കുഴപ്പമില്ല. പക്ഷെ അതൊരു ബ്ലെൻഡ് ചെയ്ത് വരുന്ന പോലെ ഫീൽ ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗൈസ്, നമ്മൾ കണ്ണ് ലൈൻ ചെയ്യാൻ പോവാണ്. ഇത് കെ ബ്യൂട്ടീൻ്റെ ലൈനറാണ്. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ലൈൻ ചെയ്യാൻ പോകും. ലൈൻ ചെയ്യാൻ കുറച്ച്
നല്ല പണിയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരു നാൾ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പം ചെറുതായിട്ട് അതിൻ്റെ നാക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ട്. പക്ഷെ എന്നാലും ഒരു ഇതാണ്, ടെൻഷനാണ് ചെയ്യുമ്പോൾ. ഒന്ന് കൂടുമ്പോൾ ഒന്ന് ചെറുതാവും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണല്ലോ. അപ്പോൾ ഞാനത് ലൈൻ ചെയ്യാൻ പോവാണ് ഗൈസ്. കണ്ണ് തുറന്നിട്ട് വേണം കേട്ടോ ലൈൻ ചെയ്യേണ്ടത്. ഇപ്പോഴും ഗൈസ് ലൈൻ ഏകദേശം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അടുത്ത കണ്ണാണ് ഡിഫിക്കൾട്ട്. ഈ കണ്ണ് പിന്നെ ഞാൻ ചെയ്യും, പക്ഷെ ഈ കണ്ണ് ചെയ്യാനാണ്, പിക്കാനാണ് പണി. ഇതിൻ്റെ ഉള്ളിലും ചെയ്യണം കേട്ടോ, പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ടോ. ഓൾമോസ്റ്റ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇന്നർ കോർണർ ചെയ്യാം. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. ഇനി നമ്മൾ ഫേസ് പ്രെപ്പ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ലിപ് ബാം വെച്ചിട്ടിരിക്കുകയാണ്. ഇനി മോയ്സ്ചറൈസറും ടോണറെല്ലാം നമ്മൾ ഇട്ടു. ഇനി കണ്ണിൻ്റെ അടിയിലൊന്നും പോയിട്ടോ അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തുടങ്ങുന്നത് ആസ് യൂഷ്വൽ കളർ കറക്റ്ററാണ്. അത് ഞാൻ യൂസ് ചെയ്യാറ് കഴിഞ്ഞ വീഡിയോത്തെ പോലെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലർ, കെ ബ്യൂട്ടീൻ്റെ. അത് തന്നെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കണ്ണിൻ്റെ അടിയൊന്നും ഓവറായിട്ട് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ലൈറ്റായിട്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ടാനിങ് ഒക്കെ ഒഴിവാക്കണം, കുറച്ച് സോഫ്റ്റ് കേൾ ലുക്കല്ലേ, അപ്പം എല്ലാ ഭാഗവും ഈവൻ ഔട്ട് ആവണം. പക്ഷെ എന്നാൽ ഓവർ മേക്കപ്പ് ഇട്ട പോലെ തോന്നരുത്. ഞാനൊരു കൺസീലർ ബ്രഷ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഇനി ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. കെ ബ്യൂട്ടീൻ്റെ തന്നെ 130 യെല്ലോ ഫൗണ്ടേഷൻ, ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. അതും എൻ്റെ ഫേവറേറ്റാണ്. അത് വളരെ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഞാനിങ്ങനെയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാറ്. എനിക്ക് മറ്റേ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് ബ്രഷിൽ മുക്കി ആ പരിപാടി എനിക്ക് അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് അങ്ങോട്ട് തോന്നിയിട്ടില്ല. നല്ലൊരു ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ഇതൊക്കെ ജസ്റ്റ് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യാം. ലെയേഴ്സ് കൂട്ടാട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പിമ്പിൾസ് ഒന്നും കവർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലെയറും കൂടി വേണമെങ്കിൽ കൂട്ടാം. ഒരു നാച്ചുറൽ ലുക്ക് വേണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ മീഡിയം കവറേജുള്ള ഫൗണ്ടേഷൻസ് വാങ്ങുക, മീഡിയം കവറേജുള്ള കൺസീലേഴ്സ് വാങ്ങുക. കൺസീലേഴ്സ് വരുമ്പോൾ എന്തായാലും ഒരു ഫുൾ കവറേജ് അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും മീഡിയം കവറേജ് ഉള്ളത് ചെയ്യുമ്പോൾ നമ്മളെ മൊത്തത്തിൽ അങ്ങോട്ട് ഫേസിൻ്റെ എല്ലാ പാടുകളൊന്നും കവർ ചെയ്യില്ല. അതേപോലെ തന്നെ ആ നാച്ചുറാലിറ്റി അവിടെ തന്നെ കിടക്കും. പക്ഷെ ചില ആൾക്കാർക്ക്, അതായത് ഫുള്ളി എല്ലാ പാടും മാറ്റണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ നോക്കി വേണം. അതായത് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി അങ്ങനത്തെ സംഭവങ്ങൾ, മോഡലിങ് അതിനൊക്കെ വരുമ്പം, ഫാഷൻ ഫോട്ടോഗ്രാഫി അതിനൊക്കെ വരുമ്പം ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ഇടേണ്ടി വരും. പിന്നെ ബ്രൈഡൽ അങ്ങനത്തെയൊക്കെ വരുമ്പോഴും ഫുൾ കവറേജ് ഇടേണ്ടി വരും. കാരണം കുറേ നേരം രാവിലെ തൊട്ട്
വൈകുന്നേരം വരെ നിൽക്കുകയും വേണം. പിന്നെ ഫോട്ടോൻ്റെ ഫ്രണ്ടിൽ ഈ പാടുകളൊന്നും കാണാൻ പറ്റും. പക്ഷെ നമ്മളൊരു ഡെയിലി ബേസിസ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മീഡിയം കവറേജ് ഫൗണ്ടേഷൻ മതി, ധാരാളമാണ്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് വാട്ട് ദേ ചൂസ് ടു വെയർ. അതായത് അപ്പോൾ അവർക്ക് മീഡിയം ആണെങ്കിൽ മീഡിയം എടുക്കുക, ഫുൾ കവറേജ് ആണെങ്കിൽ ഫുൾ കവറേജ് എടുക്കാം. ഞാനിതിൻ്റെ കൂടെ വേറൊരു 145 ന്യൂട്രൽ ആ ഷെയ്ഡും കൂടി മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നുകൂടി എനിക്ക് എൻ്റെ കറക്റ്റ് ഷെയ്ഡ് വരും. അത് ഇങ്ങനെ ആദ്യം 130 ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഈ 145 ന്യൂട്രൽ ഇടാറുണ്ട്. കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഇല്യൂമിനേറ്റിംഗ് ഫൗണ്ടേഷനാണ്, ഒരു ഗ്ലോ തരുന്നൊരു ഫൗണ്ടേഷനാണ് കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ. സോ നമ്മളിപ്പോൾ ഫൗണ്ടേഷനും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ക്രീം, അതായത് ലിക്വിഡ് ബ്ലഷാണുള്ളത്. ഈ എർത്ത് റിതമിൻ്റെ ലിപ്പ് ആൻഡ് ചിറ്റിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ്. ഇനി ബ്ലഷ് നമ്മൾ കുറേ ഇടുന്നു, ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പോഴത്തെ ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്ക് വെച്ചിട്ട്. നിങ്ങൾക്ക് ഒരു നോർമലി നമ്മൾ പുറത്ത് പോകുമ്പോൾ അത്ര ബ്ലഷൊന്നും യൂസ് ചെയ്യില്ല, പക്ഷേ ഈ സോഫ്റ്റ് ഗേൾ മേക്കപ്പ് ലുക്കിന് നല്ല ബ്ലഷ് വേണം. അപ്പം ഞാൻ അത് ഇവിടുന്ന് തൊട്ടേ ഇടണം. നോർമലി ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇടാറ്, കാരണം എനിക്ക് അത്യാവശ്യം എൻ്റെ ഫേസ് ചബ്ബി ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ ഫേസ് ലിഫ്റ്റ് ആവുന്ന രീതിയിൽ ഇവിടെയാണ് ബ്ലഷ് പ്ലേസ് ചെയ്യാറ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ഫുള്ള് ഒരു ബ്ലഷ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയില്ലേ, ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്, അതേപോലെ വേണം. എന്നിട്ട് ഈ ബ്ലഷെല്ലാം ഒന്ന് നല്ലൊരു ബ്ലെൻഡിങ്, ഇത് ബ്ലഷിൻ്റെ ഒരു ബ്രഷാണ്, വെച്ചിട്ട് നല്ലപോലെ ഒന്ന്, ഇതിപ്പോൾ ഓവറായിട്ട് തോന്നും, പക്ഷെ ഡോണ്ട് വറി, ഇതൊക്കെ ഒന്ന് സെറ്റിലാവും. കുറച്ച് കഴിഞ്ഞാൽ പൗഡറും കൂടി ഇട്ട് വരുമ്പോൾ ഒക്കെ സെറ്റിലാവും. ആൻഡ് യു ക്യാൻ സീ ദ ഗ്ലോ ഓൾസോ. ഇതിനൊരു പ്രത്യേക ഒരു ഗ്ലോ ആണ് ഈ ടിൻറ്റിന്. പിന്നെ ഈ ഇല്ലുമിനേറ്റിംഗ് ഹൈഡ്രേറ്റിംഗ് എന്താ കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ കൂടി ആകുമ്പോൾ സെറ്റാണ്. സോ നമ്മൾ ഇത് ഫേസ് ബേസ് എല്ലാം സെറ്റ് ചെയ്ത് ബ്ലഷ് എല്ലാം ഇട്ടു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പൗഡറിങ്. ഞാനിവിടെ മേബിലിൻ്റെ ഫിറ്റ് മീ മാറ്റ് പ്ലസ് പോർലെസ് ആ പൗഡറാണ് ചെയ്യുന്നത്. രണ്ടും രണ്ട് ഫോർമുലേഷനാണ്, പക്ഷെ കുഴപ്പമില്ല. അത് കുറച്ചെടുത്തിട്ട് ടാബ് ചെയ്തതിന് ശേഷം എല്ലായിടത്തൊന്ന് നല്ലപോലെ ഈവൻലി സ്പ്രെഡ് ചെയ്യുക. ഇനി നമ്മളൊന്ന് ഐബ്രോ ഷെയ്ഡ് ചെയ്യുക, പിന്നെ താഴെ ഒന്ന് ഒരു പിങ്ക് മയം കൊണ്ടുവരണം കണ്ണിൻ്റെ ടൈറ്റ് ലൈനിൽ. ഐബ്രോസ് ചെയ്യാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ നോർമലി ചെറിയൊരു ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിൽ അതാണ് യൂസ് ചെയ്യാറ്. കാരണം ഞാനിപ്പം ഓൾറെഡി ഐബ്രോ ഷേപ്പ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ. അതിന് അത്യാവശ്യം തിക്നെസ്സും ഉണ്ട്. സോ നമ്മൾ നല്ല നാച്ചുറൽ ഫീലിംഗ് ആണല്ലോ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പനി പിടിച്ച അല്ലെങ്കിൽ പക്ഷേ ഒരു പനി പിടിച്ച് ഒരുങ്ങിയൊരു ലുക്ക്, സോഫ്റ്റ് ഗേൾ. നമുക്ക് വേണമെങ്കിൽ ഇനി ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഓൾറെഡി ഹൈലൈറ്റിംഗ് ആണ്. പിന്നെ അത് പിന്നെ പുറത്ത് താനെ വന്നു. പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴേക്കും ഹൈലൈറ്റ് ആയിക്കോളും. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ്പാണ്, ലിപ്സ്റ്റിക്ക്. ഞാനിവിടെ ഇതും കെ ബ്യൂട്ടീൻ്റെ ആണ്. ഇതൊന്നും സ്പോൺസേർഡ് അല്ല കേട്ടോ, പക്ഷെ എനിക്കെല്ലാം ഞാൻ കെ ബ്യൂട്ടീൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ഫാനാണ്. അതിന് ശേഷമാണ് ഞാൻ കെ ബ്യൂട്ടീൻ്റെ എല്ലാ സാധനങ്ങളും വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇത് ചുണ്ടിലൊന്ന് കുറേ നേരം നിന്നതിന് ശേഷമേ അത് ട്രാൻസ്ഫർ പ്രൂഫ് ആവുള്ളൂ. ഇതൊരു ചെറിയൊരു ഗ്ലോയും ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഈ സാവി എന്ന് പറഞ്ഞുള്ള ഷെയ്ഡാണ്. ഈ കെ ബ്യൂട്ടീൻ്റെ ഹൈഡ്രാ ക്രെം ലിപ്സ്റ്റിക്കാണ് ഇത് കേട്ടോ.
ഇത് അപ്ലൈ ചെയ്യും. ഇതൊരു ഓറഞ്ചും അല്ല എന്നാൽ റെഡും അല്ല ബ്രൗണും അല്ല എന്നാൽ റെഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പം ഇതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാർസിൻ്റെ ഒരു ലിപ് ക്രയോണാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ ഒരു ബ്രൗൺ കളറാണിത്. ഇത് ഭയങ്കര ഡ്രൈ ആണ്, പക്ഷെ അടിപൊളി ഷെയ്ഡാണ്. അപ്പം ഞാൻ ഇതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ലെയർ ചെയ്യുന്നുണ്ട്. അത് ഉള്ളിലല്ല, ഈ ഔട്ടർ കോർണറിൽ, ലിപ്സിൻ്റെ ഔട്ടർ കോർണറിലാണ് ഞാൻ ലൈൻ ചെയ്യുന്നത്. ഉണ്ട്, ഇതിപ്പോൾ ഡ്രൈ ആയി. അപ്പോൾ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ കളർ കൈൻഡ് ഓഫ് കളറാണ്. ഇതൊന്ന് സെറ്റിലാക്കാൻ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഒരു ഗ്ലോസ് ഇടും. ഇത് ഡോക്ടർ എർത്തിൻ്റെ ആർഗൻ ഓയിൽ, വൈറ്റമിൻ ഇ, പീച്ച് ഫ്രൂട്ട് അങ്ങനെ എന്തൊക്കെയോ പേരുള്ള ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇതിൻ്റെ ബിനീത്ത് ദ സ്റ്റാർസ്, അതാണ് ഷെയ്ഡ് നമ്പർ. ഇതിങ്ങനെ ആക്കുമ്പോൾ കുറച്ചൊന്ന് സെറ്റിലാവും ഉണ്ടോ. ഇതിൻ്റെ മേലെയാണ് ഞാൻ ഈ ഒരു നല്ലൊരു ഗ്ലിറ്റർ ഒക്കെ ഉള്ളൊരു ടൈപ്പ് ഓഫ് ലിപ് ഗ്ലോസ് ആണ്. നല്ല രസമുള്ളൊരു ഷെയ്ഡാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ വിട്ടുപോയത്, വേണമെങ്കിൽ കണ്ണിൻ്റെ ഈ മേലെ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം, അത് വേണമെങ്കിൽ കുറച്ചൊന്ന് ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തിട്ടൊന്ന് ലൈൻ ചെയ്യാം. ഞാൻ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തിട്ടൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട്, മേലെ മാത്രം കേട്ടോ, താഴേക്കില്ല. ഓക്കെ, ആൻഡ് മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആയി. നമ്മളെ മേബിലിൻ്റെ സ്കൈ ഹൈ, കഴിഞ്ഞ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു. മേബിലിൻ്റെ സ്കൈ ഹൈ എന്താണ്, മേബിലിൻ ന്യൂയോർക്ക് ലാഷ് സെൻസേഷണൽ സ്കൈ ഹൈ എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ ഫോർമുലേഷൻ എനിക്ക് വലിയ ഇഷ്ടമല്ലെങ്കിലും വാട്ടർ പ്രൂഫാണ്. നല്ല ഇങ്ങനെ വടി പോലെ നിൽക്കും. നല്ല ഒരു ഇൻറ്റൻസിറ്റി തരും, കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കൂ, നല്ല ഇൻറ്റൻസിറ്റി. സെറ്റിങ്സ് പറയാം, എത്രേ ഉള്ളൂ. ഇത് ഞാൻ ലാസ്റ്റ് അടിച്ചത് ഫിനിഷ് ചെയ്യാം. ഞാൻ ഈ മാറ്റ് യൂസ് ചെയ്യാൻ കാരണം ഓൾറെഡി ഭയങ്കരമായിട്ട് ഗ്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്നാൽ ഇനി മാറ്റ് ഓവർ ഗ്ലോ നമുക്ക് വേണ്ട, ഒരു സോഫ്റ്റ് ഗ്ലോ അല്ലേ, ഒരു മാറ്റ് ലുക്കാണ് ശരിക്കും വേണ്ടത്. പക്ഷെ ഒരു ഡ്യൂയി ഫിനിഷും കൂടി വേണം. അപ്പോൾ രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ലുക്കായതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ഈ മാറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടിച്ചു കൊടുക്കാം. യെസ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്പോഴേക്കും എൻ്റെ ഫുൾ ഹെയറൊക്കെ സ്റ്റൈൽ ചെയ്തിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ മുടി ഹെയർ ഒന്ന് അഴിച്ചിടുകയാണ് ചെയ്തത്, കെട്ടിയില്ല. ആ മറ്റേ വീഡിയോയിൽ ഞാൻ ബണ്ണൊക്കെ ഇട്ട് മറ്റേ റിബണൊക്കെ യൂസ് ചെയ്തിരുന്നു, അത് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തില്ല. പിന്നെ കമ്മലൊക്കെ കുറച്ച് എസ്തെറ്റിക് ടൈപ്പ് ഓഫ് കമ്മലായിരുന്നു അതിലിട്ടിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ശരിക്കും ഒരു ഗ്ലിറ്റർ ഇതിനുള്ളിൽ, അതായത് ഈ ബേസിൻ്റെ മേലെ ചെറിയൊരു ഗ്ലിറ്ററും കൂടി ഇട്ടാൽ നമുക്കൊരു ചെറിയൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ അതിനൊക്കെ പോകാൻ പറ്റിയൊരു മേക്കപ്പും കൂടി ആയി. സോ ഇത് ഭയങ്കര സിമ്പിളല്ല, അതായത് സിമ്പിൾ എലഗൻറ്റ് ബട്ട് വെരി സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ടെക്നീക്കാണിത്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റും. പിന്നെ ആകെയുള്ള പ്രശ്നം ഈ ലൈനർ മാത്രം, അവിടെ മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ റെഡി ആവുന്നേ ഉള്ളൂ. അവിടെ മാത്രമുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാവർക്കും ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം. പിന്നെ എൻ്റെ വീഡിയോ, അതായത് എൻ്റെ കോണ്ടൻറ്റും എൻ്റെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക്സ്, അതായത് നിങ്ങൾ ജെന്യുവിൻ ഫീഡ്ബാക്ക്സ് എല്ലാം ഞാനത്
കേട്ടിട്ട് അല്ലെങ്കിൽ ഞാനത് ഉൾക്കൊണ്ടിട്ട് ഞാനൊരു വേറെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം, എന്നാലേ ഞാനത് അറിയുള്ളൂ. ഓക്കെ, സോ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ഞാനത് ചെയ്യാം. ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ കാരണം തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്, ഇൻസ്റ്റാഗ്രാമിൽ ആ പോൾ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്, അല്ലെങ്കിൽ അതൊന്നും ചെയ്യില്ല. സോ നിങ്ങളാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് മോട്ടിവേറ്റർ. സോ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ചെയ്തിരിക്കും. സോ ഇതാണ് ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ സോ ഗൈസ്